ഈ ആരോഗ്യകരമായ വാർദ്ധക്യം അത് നമുക്ക് എങ്ങനെ നിലനിർത്താനാകും, അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും, അതാണ് നമ്മൾ നോക്കുക. നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു, ഫ്രെയിലിറ്റി ആൻഡ് ഫോൾസ്, ബലഹീനത അല്ലെങ്കിൽ നിരന്തരമായ വീഴ്ചകൾ. ഈ 2 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവയെ നമുക്ക് തടഞ്ഞുകൊണ്ട് ഫലപ്രദമായിട്ട് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു വാർദ്ധക്യം നിലനിർത്താൻ കഴിയും. അപ്പോൾ നമുക്കിതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? നമ്മുടെ പേശികൾ, മസിലുകളെ ബലപ്പെടുത്തുക, ആ സന്ധികളുടെ ജോയിൻസിൻ്റെ ആ ഒരു വഴക്കം അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ ബാലൻസ്, നമുക്കെല്ലാം അറിയാം വീഴ്ചയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബാലൻസ് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ബാലൻസിനെ മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ വേദനകൾ, ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പ്രായമാകുമ്പോൾ വരുന്നതാണ് വേദനകൾ. അത് ദീർഘകാലമായിട്ടുള്ള വേദനകളാണെങ്കിലും ഈ അടുത്ത കാലത്ത് തുടങ്ങിയ വേദനകളാണെങ്കിലും അവയെ ലഘൂകരിച്ച് നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് സാധ്യമാകും. ഇതൊരു ചിട്ടയായ വ്യായാമത്തിലൂടെ നമുക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റുന്നത്. അതിന് നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം അത്യാവശ്യമാണ്. അവർക്ക് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ചിട്ടയായ ഒരു വ്യായാമക്രമം പറഞ്ഞു തരാൻ സാധിക്കും. അതിനനുസരിച്ച് നമ്മളെ വ്യായാമങ്ങളെ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സസൈസ് അല്ലെങ്കിൽ നമ്മുടെ വ്യായാമം തീർച്ചയായിട്ടും പഠിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ നേരിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ സമീപിക്കുകയും അവരിൽ നേരിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഏകദേശം 8 വർഷത്തെ എൻ്റെ ഈ ഒരു ഫിസിയോതെറാപ്പി മേഖലയിൽ ഒരു പരിചയം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ പറയുമല്ലോ, രോഗികൾ വന്നിട്ട് ചികിത്സിക്കുന്നതിന് നല്ലത് രോഗങ്ങൾ വരാതെ നോക്കുന്ന എന്ന് പറയുന്ന പോലെ നമ്മുടെ അച്ഛനമ്മമാർ ഏറ്റവും കൂടുതൽ കിടപ്പിലായി പോകുന്നതും ഇരിപ്പിലായി പോകുന്നതും എങ്ങനെയാണ്? വീഴ്ചകൾ മാത്രം. അപ്പോൾ ആ വീഴ്ചകളെ നമ്മൾ ഫലവത്തായിട്ട് തടയുകയാണെങ്കിൽ നമുക്ക് അവരുടെ ആരോഗ്യം ഒരുപാട് മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ അവരുടെ ഒരു ജീവിത നിലവാരം നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ പ്രായമായവർ അവരുടെ ജീവിതാനുഭവം എന്നുള്ള ജീവിത പാഠങ്ങൾ അത് നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും വഴികാട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരെ ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ആത്മാഭിമാനത്തോടെയും നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ലോക ഫിസിയോതെറാപ്പി ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.